നമുക്കെപ്പോഴും സിനിമ സംസാരിക്കാനാണ് ഇഷ്ടം. സിനിമാക്കാരോട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഏത് വർക്കും ആയിക്കോട്ടെ, ഒരു ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഷൂട്ട് ആയിക്കോട്ടെ, അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡിസൈനർ. നമ്മൾ പേര് കേട്ട സാബു സിറിൽ പോലെ ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് നമ്മൾ മലയാളികൾ കേട്ടിട്ടുണ്ട്. ഈ ദുബായിൽ, ഈ UAE അങ്ങനെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്. ആൾ കാസർഗോഡുകാരൻ മലയാളിയാണ്. സലീം മൻസിൽ എന്നാണ് പേര്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ക്ലാപ്പടിച്ചു തുടങ്ങാം. സലീം ഖാൻ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സിനിമകൾ ചെയ്തു. സത്യം പറഞ്ഞാൽ മലയാളി കേൾക്കാത്തൊരു പേരാട്ടോ. സലീം മൻസ് എന്നുള്ള പേര് മലയാളി കേട്ട് കാണില്ല. ഹോളിവുഡിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ആ പേര്. ഹൃത്തിക് റോഷൻ്റെ വിക്രം വേദ തുടങ്ങി ഒരുപാട് സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. നമുക്ക് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ നമുക്കറിയാം. മലയാളിക്ക് പ്രത്യേകിച്ച് അറിയാത്തൊരു കാര്യമാണ്, ഒരുപാട് ഹിന്ദി സിനിമകളുടെ ഷൂട്ട് ഇന്ന് UAE നടക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പരിചയപ്പെടുത്തിയത് കറക്റ്റ് അല്ലേ? പരിചയപ്പെടുത്തിയത് കറക്റ്റാണ്. എന്താണ് നിങ്ങൾ പറയുക? സലീം മൻസിൽ. സലീം മൻസിൽ തന്നെ പറഞ്ഞത്. നമ്മൾ വേണമെങ്കിൽ ഹിന്ദിക്കാരൊക്കെ വിളിക്കുമ്പോൾ സലീം ഭായ് എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ. എത്തരത്തിലാണ് ഇവിടെ അത്രയും സിനിമകളുടെ ഷൂട്ട് നടക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് തുടങ്ങിയാൽ നന്നായിരിക്കും. സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ UAE നല്ല സിനിമകൾ ഒരുപാട് വന്നു. ബോളിവുഡ് ആണെങ്കിൽ പിന്നെ ഇപ്പം മലയാള പടങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട്. നല്ല ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് ദുബായ്. കാരണം ദുബായ് അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആയിരിക്കാം മിക്കവാറും അങ്ങനെ ഇവിടെ കൂടി വരുന്നത്. സോ സിനിമ ഇവിടെ ഞാൻ എൻ്റെ ആദ്യം ഇവിടെ ഒരു സിനിമ എന്ന് പറയുന്നത് ദബാങ് ടു ആയിരുന്നു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ദബാങ് 2 ചിത്രം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആർട്ട്, ആ സിനിമയ്ക്കൊരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരിക്കുമല്ലോ. ആ സിനിമയ്ക്ക് ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു, ശശാങ്ക് തേരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ. ബോംബെയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനപ്പോൾ ഒരുപാട് TV കമേഴ്ഷ്യൽസ് ചെയ്യുന്ന സമയമായിരുന്നു. ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു ദുബായിൽ. 2003 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2011, 8, 9 ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞു. ആ സമയത്താണ് ആദ്യത്തെ പടം കയറി വരുന്നതും. പിന്നെ ഹാപ്പി ന്യൂ ഇയർ വന്നു. അങ്ങനെ അതിനുശേഷം ഒരുപാട് UAE ആ ഒരു ബൂമിംഗ് ഉള്ള സമയമായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരുപാട് പടങ്ങൾ വരാൻ തുടങ്ങി. ഈ ദബാങ് 2 അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ചിത്രത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് പോർഷൻ അല്ലേ ഇവിടെ ചെയ്തത്? അത്രേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ചെയ്തതിൻ്റെ കുറച്ച് പോർഷൻസ്. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടല്ലോ, ഇവിടെ വരുമ്പം പൂർണ്ണമായിട്ടും അവർ ഏറ്റെടുക്കാതെ നിങ്ങളിലൂടെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ക്ലാഷ് ആവാതെ എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ക്ലാഷ് ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കൊരു ഒരു ബേസിക് ഐഡിയ തരും, ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഇവിടെ അവർ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കും. എന്നിട്ട് ചോദിക്കും എങ്ങനെയാണ് അവിടുത്തെ സ്കെയിൽ, നിങ്ങളുടെ വർക്ക് സ്കെയിൽ എങ്ങനെയാണ്, നിങ്ങളുടെ വർക്കേഴ്സ് എങ്ങനെയാണ്, സെറ്റ് അസിസ്റ്റൻസ് എങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് ആളെ കൊണ്ടുവരണോ, ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണോ, അല്ല നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ആൻസർ പറയും. എനിക്ക് ഗോഡൗൺ ഉണ്ട്, എനിക്ക് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, എനിക്ക് സെറ്റ് ഡ്രസ്സേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ഇത്. അപ്പോൾ ആദ്യമൊക്കെ അത് എൻ്റെ അടുത്ത് കുറവായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് അത്രയും വലിയ സ്കെയിലിലായിരുന്നില്ല ആ പടങ്ങളൊക്കെ, ആദ്യം വരുന്ന പടങ്ങളൊക്കെ. പിന്നെ വരുന്ന പടങ്ങളൊക്കെ ഒരുപാട്. ഇപ്പോൾ ടൈഗർ ജിന്ദാ ഹെ ഏകദേശം 200ഓളം വർക്കേഴ്സാണ് അതിനകത്ത്. നിങ്ങളുടെ മാത്രം അല്ല, ഒരു ഏകദേശം ഒരു 80 അവർ ബോംബെയിൽ നിന്ന് വന്നു. ഒരു 100-100 ആൾക്കാർ ഇവിടെ നിന്ന്. അപ്പോൾ ഈ അവരുടെ പേയ്മെന്റ് നോക്കുമ്പോൾ അവരെ 80 പേരുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരട്ടി ആയിരിക്കില്ലേ? 3 ഇരട്ടി ആയിരിക്കില്ലേ? അത് ചിലപ്പോൾ ആയിരിക്കാം പേയ്മെൻറ്റ്സ്. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് കാര്യത്തിൽ അപ്പോൾ അവർക്ക് അവിടെ നിന്നാണെങ്കിൽ അവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ ലിവിങ് കോസ്റ്റ്, ഇവിടെ താമസിക്കണം, അങ്ങനെയൊക്കെ വരുന്നേരം ഏകദേശം സെയിം ആണ് എന്ന് കൂട്ടാം ഏകദേശം. പിന്നെ ചെറിയൊരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. UAE ഇന്ത്യ ആയിട്ട് ഒരു ഡബിൾ വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ സിനിമകളുടെ ഒക്കെ ദുബായ് ആയിട്ട് തന്നെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത്? അല്ല, ഒരു കുറച്ച് സിനിമകൾ ദുബായ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ദുബായ് ദബാങ് ടു ദുബായിലായിരുന്നു. ദുബായ് ആയിട്ട് തന്നെയാണ് കാണിച്ചത്. ദുബായ് ആയിട്ട് അങ്ങനെ 2-3 പടങ്ങൾ സൗദി ആയിട്ട് കാണിച്ച പടവും ഉണ്ട്. എനിക്ക് തോന്നുന്ന ഡിഷും എന്ന് പറയുന്ന പടം സൗദി ആയിട്ട് കാണിച്ചെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസ് ആയിട്ട് കാണിച്ച പടം. GCC കുഴപ്പമില്ല. ഇന്ത്യയുടെ കൾച്ചർ നമ്മൾ ഇവിടെ അഡാപ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയായിരിക്കും? ഇന്ത്യയുടെ കൾച്ചർ ഇവിടെ ഷൂട്ട് ചെയ്തത് ഒന്ന് മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വിക്രം വേദ, ഹൃത്തിക് റോഷൻ്റെ വിക്രം വേദ. ഇവിടെ നമ്മൾ ഒരു ഏകദേശം ഒരു 3-4 മാസം സെറ്റ് മാത്രം വർക്ക് ചെയ്തു.
പിന്നെ അതിൻ്റെ ഒരു 21 days ഷൂട്ട് ഉണ്ടായിരുന്നു. മെയിൻ മേജർ ഷോട്ട്സൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു. പിന്നെ ബാക്കി അവർ ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ട് തീർത്താണ്. 3 മാസം കൊണ്ട് സെറ്റ് ഇട്ടു. അത് ആക്ച്വലി നമ്മൾ മുമ്പ് ചെയ്ത സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് എന്തിന്റെ സെറ്റ് ആയിരുന്നു? അത് ടൈഗർ സിന്ദയുടെ സെറ്റായിരുന്നു. അപ്പോൾ അബുദാബിയിലുള്ള 2454 അണ്ടറിലുള്ള അവിടെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഫിലിം സിറ്റി ഉണ്ട് ബിറ്റ്വീൻ ദുബായ് ആൻഡ് അബുദാബി. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഈ സെറ്റ് ഉള്ളപ്പോൾ അതിന് തന്നെ റീമേക്ക് ചെയ്തതാണ്. കളറും കാര്യങ്ങളും പിന്നെ കുറച്ച് ഇന്ത്യൻ ആയിട്ട്. അത് ആദ്യം ഇറാഖായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്, ടൈഗർ സിന്ദ. കറക്റ്റ്. അത് പിന്നെ ഇന്ത്യ ആയിട്ട് നമ്മൾ ശരിയാക്കി. അതിൽ കുറച്ച് ആഡ് ചെയ്തു, ഒരു 30 to 40% ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഭാഗം ഇന്ത്യയുടെ ആ ഒരു ഐക്കോണിക്, ഇപ്പോൾ ലക്നൌവിലെ ഒരു മെയിൻ സിറ്റി, മെയിൻ അവിടുത്തെ അതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു പടം മെയിൻലി ഒരു ഇന്ത്യ. പിന്നെ ഭാരത് എന്ന് പറയുന്ന പടം സൽമാൻ ഖാന്റെ, അതും അവിടെ തന്നെയായിരുന്നു. അതും ഒരു ഇന്ത്യൻ മാർക്കറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ജൂനിയേഴ്സ് അഭിനയിക്കുന്നവരൊക്കെ ഇവിടുത്തെ ആളുകൾ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം, നാട്ടിൽ നിന്ന് കൊണ്ടുവരണം? അല്ല, ഇവിടെ നിന്ന് മെയിൻ ആർട്ടിസ്റ്റുകൾ നാട്ടിൽ നിന്ന് വരും. നാട്ടിൽ നിന്ന് വരും. അപ്പോൾ ഒരു ഫീച്ചർ, അതുപോലെ തന്നെ മെയിൻ ഫീച്ചർ അങ്ങനെയുള്ള സൈഡ് ഒക്കെ അവിടെ നിന്ന് ഉണ്ടാവും. ഡയലോഗ്സ് ഒക്കെ ഉള്ള മെയിൻ ആർട്ടിസ്റ്റ്. ബാക്കി കംപ്ലീറ്റ് ക്രൗഡൊക്കെ ഇവിടെ നിന്ന് തന്നെ വരും. പിന്നെ ഇവിടുന്ന് ഒരുപാട് കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഞാൻ തന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ അതിൽ മെയിൻ ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടറായിട്ടൊക്കെ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചർ ഇവിടെ നിങ്ങൾ പുനരാവിഷ്കരിക്കുമ്പം എത്രമാത്രം റിസ്ക് ഉണ്ട് നിങ്ങൾക്കതിൽ? നമ്മൾ നാട്ടിൽ ചേരിയാണല്ലോ ഇവിടെ ഉണ്ടാക്കണം, അപ്പോൾ ഓട വേണം. അതിൽ ഉണ്ട് ചില സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച അവർ പറയുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല പെട്ടെന്ന്. അവിടെയൊക്കെ ഓ ചട്ട്പട്ടിലേക്കാവും, ഓക്കെ, അല്ലെങ്കിൽ മറ്റേ ബാമ്പിൽ അവിടെ ഇങ്ങനെ പട്ടലേക്കാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പെട്ടെന്ന് പറയും. ആ സമയത്ത് പട്ട എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ വരുന്നില്ല. ഇപ്പൊ സോഫ്റ്റ് വുഡ് ഇപ്പൊ മെയിൻ സ്റ്റെൻഡിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ് വുഡ് ദുബായിൽ ഷീറ്റ് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ. റോളല്ല, അതിപ്പോൾ നമുക്കൊരു 4x4 വേണമെങ്കിൽ നമ്മൾ 4 ഷീറ്റ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിന്റെ കാലുണ്ടാക്കണം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അത് ബൾക്കായിട്ടും വരും, മുറബായിട്ടും വരും, ബോക്സ് ആയിട്ടും ഷേപ്പ് തന്നെ കിട്ടും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ പെട്ടെന്ന് അവൈലബിൾ അല്ല. അപ്പൊ അത് നമ്മൾ പറയും ഇത് അതില്ല, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഈ ഷീറ്റായിട്ടാണ് ഇവിടെ വരുന്നത്, സെറ്റ് ചെയ്തുതരാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് മാറ്റിയെടുക്കും. ചന്ദ്രനെ ചോദിച്ചാൽ ഈ ചന്ദ്രനില്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു ചന്ദ്രൻ ഉണ്ടാക്കി തരാന്ന് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് പൊതുവെ. പിന്നെ അങ്ങനെ ഒരുപാട് അവിടെ അവർക്ക് ഒരു ഇപ്പൊ ഇന്ത്യയിൽ, കാരണം ഇന്ത്യയും UAE-യും സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നേരം ഇറ്റ്സ് ഒന്നുമല്ല. എന്താ പറയുന്നത്, ഒരു 10% വരെ ഉണ്ടാവില്ല ഈ ഇന്ത്യയും UAE-ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ സെറ്റിൽ പോയപ്പോൾ അവിടുത്തെ സെറ്റിൽ ഞാൻ പോകും, ബോംബെയിൽ പോകും. ബോംബെയിൽ സെറ്റുള്ള നമ്മളെ ഫ്രണ്ട് ആർട്ട് ഡയറക്ടർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയിൽ പോയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യും. ഞാൻ നോക്കും എങ്ങനെയാണ് അവിടുത്തെ വർക്കേഴ്സ്, എങ്ങനെയാണത് അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടാണ് അവർക്ക്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സിംഹാസനം പോലത്തെ ഒരു ചെയർ വേണമെങ്കിൽ ഒരു 4 ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ആ സ്റ്റൈറോന്ന് ഇങ്ങനെ വെട്ടിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു പേസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞു, സംഭവം കിട്ടി. അതേ സ്ഥാനത്ത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഞാൻ പറയും എനിക്ക് 2 ദിവസം വേണം, അല്ലെങ്കിൽ 3 ദിവസം വേണം. എനിക്ക് എൻ്റെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം, അവൻ്റെ അടുത്ത് ചോദിക്കണം ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത്രയും ഇവിടുത്തെ ആർട്ടിസ്റ്റിന് പെട്ടെന്ന് ആൻസർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ചെയ്തെങ്ങനെ കൊടുക്കും. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയം ലാഗായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ.